സെക്രട്ടറിയോട് വരാൻ എന്താടി ഇന്ന് സ്വപ്നം കാണുന്നത്? ഞാനല്ലാതെ ആരാടി നിന്റെ ഉള്ളില്? സത്യം പറഞ്ഞോ, ഇല്ലെങ്കിൽ കൊന്നോളേ ഞാൻ. ഈ മനുഷ്യൻ എന്താ ഭ്രാന്ത് പിടിച്ചോ? അതെടി, ഭ്രാന്തനാണ് ഞാൻ. നീ എന്നെ ഭ്രാന്തനാക്കി. ഞാൻ എങ്ങനെ ഭ്രാന്തനായി? സത്യം പറ, നീ ആരെ നോക്കിയാണ് സ്വപ്നം കണ്ട് അങ്ങോട്ട് നോക്കി ഇടിച്ചുകൊണ്ടിരുന്നത്? അതാണോ ഇപ്പൊ ഇത്ര വലിയ കാര്യം? അതെ, അത് വലിയ കാര്യമല്ലേ? ഞാൻ എന്റെ മകനെ മരുമോളെയാ സ്വപ്നം കണ്ടത്. എന്റെ ജഗനെ നീലിമേ. മനസ്സിലായില്ലേ? അവരിപ്പൊ ക്ഷേത്രത്തിൽ തൊട്ടൊരും നിന്ന് പ്രാർത്ഥിക്കുകയായിരിക്കും. അവരുടെ വിവാഹം കെങ്കേമമായിട്ട് നടത്തി തരണേന്ന്. ആ രംഗ സ്വപ്നത്തിൽ കണ്ട ഞാൻ ഒറ്റയ്ക്കിരുന്ന് ചിരിച്ചത്. ഇപ്പൊ മനസ്സിലായോ? ഏതാണ്ടൊക്കെ മനസ്സിലായി. നീലിനെ വിവാഹം കഴിക്കാൻ ജഗന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ലല്ലോ. ആ മാനസികാവസ്ഥയൊക്കെ നീലിമ മാറ്റിയെടുത്തിട്ടുണ്ടാവുമെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അതെ, ജഗനെ എങ്ങനെ സ്വാധീനിച്ചു വരുതിയിലാക്കാന്ന് നല്ലൊരു സ്റ്റഡി ക്ലാസ് ഞാൻ നീലിമയ്ക്ക് കൊടുത്തിട്ടാ വിട്ടത്. ഇപ്പൊ ആണെങ്കി അവർ ഒരുമിച്ച് പുറത്തു പോയിരിക്കല്ലേ. ആ അവസരം നീലിമ ശരിക്കും മുതലെടുക്കും. അതെ, അവള് മിടുക്കി കുട്ടിയ. ജഗനെ അവള് പാട്ടിലാക്കിയിരിക്കും, ഉറപ്പാ. ഈ വിവാഹം നടന്നെങ്കിലേ കോടീശ്വരനായ നമ്പ്യാരുമായിട്ടുള്ള നമ്മുടെ ബിസിനസ് ഏർപ്പാടൊക്കെ നടക്കൂ. അതുകൊണ്ട് നീ നീലിമയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്റ്റഡി ക്ലാസ് മുടക്കണ്ട. തുടർന്നോ.